അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. നമ്മിലേക്ക് ബലിപെരുന്നാളാണ് കടന്നു വരുന്നത്. ബലിപെരുന്നാളിലെ ഏറ്റവും മുഅക്കദായ ശക്തിയുള്ള സുന്നത്താണ് ബലി അറുക്കുക, അതായത് ഉളഹിയത്ത് അറുക്കുക എന്നുള്ളത്. ആ ഉളഹിയത്ത് അറുക്കുന്നതിനുള്ള ശ്രേഷ്ഠത എന്താണ് എന്നതിനെക്കുറിച്ചാണ് ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്നത്. ആ ഉളഹിയത്തിൻ്റെ ശ്രേഷ്ഠത മനസ്സിലാക്കി ഈ ബലിപെരുന്നാളിന് നാം ഓരോരുത്തരും ഉളഹിയത്ത് അറുക്കാൻ വേണ്ടി തയ്യാറാവണം ഇൻഷാ അള്ളാഹ്. എന്താണ് ഉളഹിയത്ത് അറുത്താലുള്ളതായിരിക്കുന്ന പ്രതിഫലമെന്ന് വീഡിയോ കണ്ട് മനസ്സിലാക്കാം. പൂർണ്ണമായും നിങ്ങൾ കാണുക, വീഡിയോക്ക് ഒരു ലൈക്ക് ചെയ്യുക, ഒരു മാഷാ അള്ളാഹ് അൽഹംദുലില്ലാ എന്നൊക്കെ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്ക് ഒക്കെ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്തു കൊടുക്കുക. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ എല്ലാ കർമ്മങ്ങളും നമ്മിൽ നിന്ന് പരിപൂർണമായി സ്വീകരിക്കുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ബലിപെരുന്നാളിൻ്റെ ഏറ്റവും മഹത്തായ സുന്നത്ത് കർമ്മങ്ങളിൽപ്പെട്ട ഒന്നാണ് ഉളഹിയത്ത് അറുക്കുക എന്നുള്ളത്. സാമ്പത്തികമായി കഴിവുള്ള എല്ലാ ഓരോരുത്തരും ഉളഹിയത്ത് അറുക്കണം. ഉളഹിയത്ത് അറുക്കുമ്പോൾ ഒരു ആടിനെ അറുക്കുന്ന ആളാണെങ്കിൽ അയാൾക്ക് ഒരു ആടിനെ ഒറ്റയ്ക്ക് അറുക്കാവുന്നതാണ്. എന്നാൽ മറ്റു മൃഗങ്ങൾ, നമ്മുടെ നാട്ടിലൊക്കെ സാധാരണ അറവ് നടത്താറുള്ളത് ആടിനെയും അതുപോലെ തന്നെ പോത്തിനെയും ഒക്കെയാണ്. എന്നാൽ പോത്തിൽ നാം ഷെയർ ആയിക്കൊണ്ട് നമുക്ക് 7 ആളുകൾക്ക് വരെ ഒരുമിച്ച് കൂടിയിട്ട് ഒരു പോത്തിനെ അറുക്കാവുന്നതാണ്. ഇൻഷാ അല്ലാഹ് മസ്അലകളൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സുകളിൽ നമുക്ക് വിശദീകരിക്കാം. ഇതിൽ ബലി അറുത്താൽ ഓരോരുത്തർക്കും ലഭിക്കുന്ന, ഉളഹിയത്ത് അറുത്താൽ ലഭിക്കുന്ന മഹത്തായിരിക്കുന്ന ആ ശ്രേഷ്ഠത മാത്രം നമുക്ക് ഈ വീഡിയോയിലൂടെ പറയാം. ശ്രേഷ്ഠത മനസ്സിലാക്കി കഴിയുന്ന എല്ലാ ഓരോരുത്തരും ഈ വർഷത്തെ ബലിപെരുന്നാളിന് ഉളഹിയത്ത് അറുക്കാൻ വേണ്ടി നാം തയ്യാറാകണം. അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, മൻ ഖറജ മിൻ ബൈത്തിഹി ഇലാ ശറാഇ ഉളഹിയ്യ. ഒരാൾ അവൻ്റെ വീട്ടിൽ നിന്ന് ഉളഹിയത്ത് അറുക്കുന്ന ആ സ്ഥലത്തേക്ക് ഒരാൾ പുറപ്പെട്ടു. എന്നാൽ കാന ലഹു ബികുല്ലി ഖത്വത്തിൻ 10 ഹസനാത്ത്. അവൻ പുറപ്പെടുന്ന ഓരോ ചവിട്ടടിക്കാലിനും അല്ലാഹു തആല 10 ഹസനത്ത്, അവനിക്ക് 10 നന്മ അല്ലാഹു തആല അവനിക്ക് രേഖപ്പെടുത്തുകയാണ്. മാത്രവുമല്ല മുത്തുനബി വീണ്ടും പറയുന്നത് കാണാം, വ മഅ അൻഹു 10 സയ്യിആത്ത്. അവൻ്റെ ഓരോ ചവിട്ടടിക്കാലിൻ്റെ എണ്ണത്തിനനുസരിച്ചുകൊണ്ട് അവൻ്റെ 10 ദോഷങ്ങൾ അല്ലാഹു തആല അവനിൽ നിന്ന് മായ്ച്ചു കളയും. ഒരു ചവിട്ടടിക്കാലിനിക്ക് 10 സയ്യിആത്തുകൾ, അവൻ്റെ ദോഷങ്ങൾ അല്ലാഹു തആല മായ്ച്ചു കളയുകയാണ്. അപ്പോൾ അവൻ എത്ര ചവിട്ടടിക്കാലാണോ അവൻ്റെ വീട്ടിൽ നിന്ന് ഉളഹിയത്ത് അറുക്കുന്ന സ്ഥലത്തേക്ക് അവൻ വെക്കുന്നത്, അതിനനുസരിച്ച് അവൻ്റെ ദോഷങ്ങൾ അല്ലാഹു തആല പുറത്തു കൊടുക്കുകയാണ്. വറഫഅ ലഹു 10 ദറജാത്ത്. അവൻ്റെ സ്ഥാനം, അവൻ്റെ ഓരോ ചവിട്ടടിക്കാലിനും 10 സ്ഥാനങ്ങൾ അല്ലാഹു തആല അവനിക്ക് അധികരിപ്പിച്ചു കൊടുക്കുകയാണ്. വഇദാ തകല്ലമ ഫീ ശറാഇഹ കാന കലാമുഹു തസ്ബീഹ. അവരിങ്ങനെ ഈ ഉളഹിയത്തിൻ്റെ സ്ഥലത്ത് വെച്ചു കൊണ്ട് അതുമായി ബന്ധപ്പെട്ട് അവൻ സംസാരിക്കുന്നതൊക്കെ അവൻ്റെ സംസാരങ്ങളൊക്കെ തസ്ബീഹായിട്ട് രേഖപ്പെടുത്തുകയാണ്. വഇദാ നഖദ സമനുഹ കാന ലഹു ബികുല്ലി ദിർഹമിൻ 700 ഹസന. അവൻ അതിനു വേണ്ടി ചെലവാക്കിയതായിരിക്കുന്ന ആ പണമുണ്ടല്ലോ, അതിൻ്റെ ഓരോ ദിർഹമും ഓരോ നാണയത്തുട്ടുകളും ഓരോന്നും 700 ഹസന, 700 ഹസനത്തായിട്ട് അല്ലാഹു തആല അവനിക്ക് എഴുതപ്പെടുന്നതാണ്, രേഖപ്പെടുത്തുന്നതാണ്. ആ ഉളഹിയത്തിൻ്റെ ബലിമൃഗത്തിനെ അറുക്കുന്ന സമയത്ത് അവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ള ഓരോരുത്തരുടെയും ദോഷങ്ങൾ, ആ ബലിമൃഗത്തിൽ നിന്നുള്ള രക്തം ഇങ്ങനെ ഭൂമിയിലേക്ക് ഉറ്റി വീഴുമ്പോൾ ആ ബലിമൃഗത്തിനെ അറുക്കുന്ന സ്ഥലത്ത് ഒരുമിച്ച് കൂടിയ ആളുകളുണ്ടാവുമല്ലോ, ആ ആളുകളുടെ ഒക്കെ ദോഷങ്ങൾ അല്ലാഹു തആല പുറത്തു കൊടുക്കുകയാണ്. മുത്തുനബി അവിടെ നിന്ന് വീണ്ടും പറയുന്നത് കാണാം, അവിടെ
ആ സ്ഥലത്ത് അതിൽ നിന്നുള്ളതായിരിക്കുന്ന രക്തത്തുള്ളികൾ ഇങ്ങനെ ഭൂമിയിലേക്ക് ഉറ്റി വീഴുമ്പോൾ അല്ലാഹു തആല ഓരോ രക്തത്തുള്ളിക്കും പകരമായിട്ട് അശറത്തും മിനൽ മലായികത്തി യസ്തഗ്ഫിറൂന ലഹു ഇലാ യൗമിൽ ഖിയാമ, ഈ ഉളുഹിയ്യത്ത് അറുത്ത മനുഷ്യനിക്ക് വേണ്ടി ഒരു രക്തത്തുള്ളി ഭൂമിയിലേക്ക് ഉറ്റി വീഴുമ്പോൾ 10 മലക്കുകൾ അല്ലാഹു തആല ഏൽപ്പിക്കുകയാണ് ഇവനിക്ക് വേണ്ടി ഖിയാമത്ത് നാൾ വരെ അല്ലാഹുവിനോട് പൊറുക്കലിനെ ചോദിക്കാൻ. മാഷാ അല്ലാഹ്, എത്ര വലിയ പ്രതിഫലമാണ് ഉളുഹിയ്യത്ത് അറുക്കുന്നവനിക്ക്, ഉളുഹിയ്യത്തിൽ പങ്കുചേരുന്നവനിക്ക് അല്ലാഹു തആല നൽകുന്ന പ്രതിഫലമെന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഉളുഹിയ്യത്തിൽ നാം 7 ആളുകൾ കൂടിയിട്ട് ഒരു ബലിമൃഗത്തിനെ അറുക്കുക, അതല്ലെങ്കിൽ ഒറ്റക്ക് അറുക്കാൻ കഴിയുന്ന ആളാണെങ്കിൽ ഒറ്റക്കൊരു ബലിമൃഗത്തിനെ അറുക്കുക. ഇനി ഒറ്റക്ക് തന്നെ അറുക്കണമെന്നുണ്ടെങ്കിൽ കഴിയുന്നവരാണെങ്കിൽ ഒരു ആടിനെ വാങ്ങിയിട്ട് ആ ആടിനെ ബലി അറുക്കുക. ആടിൻ്റെ വയസ്സും കണക്കുമൊക്കെയുണ്ട്, അതൊക്കെ ശ്രദ്ധിച്ചു കൊണ്ടായിരിക്കണം ആടിനെ വാങ്ങേണ്ടത്. അപ്പോൾ ഈ കാര്യം നാം ബലി അറുത്താലുള്ള പ്രതിഫലമാണ് പറഞ്ഞത്. ബഹുമാനപ്പെട്ട വഹബ് ബിൻ മുഹനബ്ബ് റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, ഇന്ന ദാവൂദ് അലൈഹിസ്സലാത്തു വസ്സലാം, മഹാനായിരിക്കുന്ന ദാവൂദ് അലൈഹിസ്സലാത്തു വസ്സലാം അവിടുന്ന് അള്ളാഹുവിനോട് ചോദിക്കുന്നുണ്ട്, ഇലാഹി മാ സവാബു മിൻ ളുഹിയ മിൻ ഉമ്മത്തി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് നബിയുടെ ഉമ്മത്ത് ഉളുഹിയ്യത്ത് അറുക്കുന്നതിനുള്ള പ്രതിഫലം എന്താണ് എന്ന് എനിക്ക് പറഞ്ഞു തരുമോ എന്ന് ദാവൂദ് നബി അലൈഹിസ്സലാം അള്ളാഹുവിനോട് ചോദിച്ചപ്പോൾ അവിടുന്ന് അല്ലാഹു തആല പറഞ്ഞു കൊടുക്കുകയാണ്, സവാബുഹു അൻ ഉതിയ ബികുല്ലി ശഅറത്തിൻ അലാ ജസദിഹി 10 ഹസനാത്ത്, ആ ബലിമൃഗത്തിൻ്റെ ശരീരത്തിലുള്ള ഓരോ രോമത്തിനും അല്ലാഹു തആല അവനിക്ക് 10 ഹസനത്ത് രേഖപ്പെടുത്തും. 10 സയ്യിആത്തുകൾ, 10 തെറ്റുകൾ അവനിൽ നിന്ന് അല്ലാഹു തആല മായ്ച്ചു കളയും. വ അർഫഉ ലഹു 10 ദറജാത്ത്, 10 സ്ഥാനങ്ങൾ അല്ലാഹു തആല അവനിക്ക് ഉയർച്ച കൊടുക്കും. വലഹു ബികുല്ലി ശഅറത്തിൻ ഖസ്റിൻ മിൽ ജന്ന, ആ ബലിമൃഗത്തിൽ നിന്നുള്ള രോമത്തിൻ്റെ കണക്കനുസരിച്ച് സ്വർഗത്തിൽ അല്ലാഹു തആല അവനക്ക് കൊട്ടാരങ്ങൾ പണിതു കൊടുക്കും. വജാരിയത്തും മിൻ ഹൂറിൽ ഈൻ, ഹൂറുൽ ഈങ്ങൾ അവനക്ക് പകരമായി അല്ലാഹു തആല നൽകും. മാത്രവുമല്ല, അവൻ മരിച്ച് ഖബറിൽ നിന്ന് ആഖിറത്തിലേക്ക് പുറപ്പെടുന്ന സമയത്ത് ഈ ബലിമൃഗത്തിനെ അവനിക്ക് വാഹനമായി നൽകിക്കൊണ്ട് അല്ലാഹു തആല അവനെ ആ ബലിമൃഗത്തിൻ്റെ പുറത്ത് സ്വർഗത്തിലേക്ക് യാത്രയാക്കപ്പെടുമെന്ന് ദാവൂദ് നബി അലൈഹിസ്സലാമിനോട് അല്ലാഹു തആല പറയുകയാണ്. എന്നിട്ട് അല്ലാഹു തആല പറയുന്നത് കാണാം, അമാ അലിംത യാ ദാവൂദ്, ഓ ദാവൂദ് നബിയെ, നിങ്ങളെങ്ങാനും അറിയുകയാണെങ്കിൽ അന്നൽ ളുഹയ, നിശ്ചയമായും ഉളുഹിയ്യത്ത് ഇയൽ മുഅ്തായ തർഫഉൽ ബലായ യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിലുള്ളതായിരിക്കുന്ന അവൻ്റെ എല്ലാ ബലാകളും, അവനിക്ക് നേരിടേണ്ട എല്ലാ ബുദ്ധിമുട്ടുകളെയും ഉയർത്തപ്പെടുന്നതാണ് ഉളുഹിയ്യത്ത് അറുക്കുന്നതിലൂടെ എന്ന് ദാവൂദ് നബി അലൈഹിസ്സലാമിനിക്ക് അല്ലാഹു തആല ഖുദ്സിയായ ഹദീസിൽ പറഞ്ഞു കൊടുത്തത് വഹബ് ബിൻ മുനബ്ബഹ് റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തിയത് കാണാൻ കഴിയും. അപ്പോൾ ബലിമൃഗത്തിൽ നാം ഷെയർ കൂടി അറുക്കാൻ കഴിയുന്നവർ ഷെയർ കൂടുക, ഒറ്റക്ക് അറുക്കാൻ കഴിയുന്നവരാണെങ്കിൽ ഒറ്റക്ക് അറുക്കുക. ഈ ബലി അറുത്താലുള്ളതായിരിക്കുന്ന ശ്രേഷ്ഠത നാം മനസ്സിലാക്കുക. പ്രിയപ്പെട്ടവർക്കൊക്കെ ഈ ശ്രേഷ്ഠത നിങ്ങൾ പറഞ്ഞു കൊടുക്കുകയും, നിങ്ങൾ ഒരാൾ കൊണ്ട് അറുക്കാൻ കഴിയില്ല എങ്കിൽ നിങ്ങൾ 7 ആളുകൾ കൂടി ഷെയർ ചെയ്തുകൊണ്ട് ഒരു ബലിമൃഗത്തെ വാങ്ങി അറുത്ത് ഈ പ്രതിഫലം കരസ്ഥമാക്കാൻ വേണ്ടി നാം ശ്രമിക്കണം. അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. നാം ചെയ്യുന്ന ഓരോ അഅ്മാലുകളും അല്ലാഹു തആല നമ്മിൽ നിന്ന് എല്ലാ പോരായ്മകളും തീർത്ത് നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ഒരുപാട് ആളുകൾ പല സമയങ്ങളിൽ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്. എല്ലാവരുടെയും എല്ലാ ഹലാലായ ഉദ്ദേശങ്ങളും അല്ലാഹു തആല സാധിപ്പിച്ചു കൊടുക്കുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ഈ വീഡിയോ നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്കൊക്കെ നിങ്ങൾ ഷെയർ ചെയ്തു കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും ദുആ വസിയത്തും കമൻ്റായി രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം. സ്നേഹത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.